സാധാരണ ദം ബിരിയാണിയിൽ നിന്ന് വ്യത്യാസമായ ടേസ്റ്റിലുള്ള ഒരു എഗ് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഈ ഒരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കും നോക്കിയിട്ട് വരാം. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു മസാല തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു തക്കോലം, 5 മുതൽ 6 വരെ ഗ്രാമ്പു, 2 ഏലക്കായ, 1 ടീസ്പൂൺ പെരുംജീരകം ഇത്രയും ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. നല്ലൊരു മണമൊക്കെ വരുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഈ പെരുംജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് അരി വേവിക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം, അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു തക്കോലം, 4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ പെരുംജീരകം, 2 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ അരി ഒട്ടിപ്പിടിക്കാതിരിക്കും കേട്ടോ, ചോറ് വെന്ത് വരുമ്പോൾ. ഇനി നമുക്ക് തിളയ്ക്കുന്ന സമയം കൊണ്ട് 2 കപ്പ് കൈമ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിരാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ചട്നി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചൊന്ന് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ അരി വേവിക്കാൻ വെച്ച വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഓയിലിനേലും വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് വഴച്ചുകയാണെന്നുണ്ടെങ്കിൽ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. അതുപോലെ പെട്ടെന്ന് തന്നെ വഴന്നു വരികയും ചെയ്യും. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ എരിവിന് ആവശ്യത്തിന് 5 പച്ചമുളക് ഇത്രയും കൂടി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി സവാളയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് വഴന്നു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ അരി 80% വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊന്ന് ഊറ്റി വെക്കുകയാണ് വേണ്ടത്. അരി ഒരിക്കലും മുഴുവനായിട്ട് വേവിക്കരുത് കേട്ടോ. ബാക്കി നമുക്ക് ദം വയ്ക്കുമ്പോൾ വേവിക്കാനുള്ളതാണ്. അപ്പോൾ അത് കാരണം തന്നെ 80% കൂടുതൽ വേവിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ സവാളയും അതുപോലെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല, ആ മസാല മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിനയില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഇത്രയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് 30 സെക്കൻഡ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശം തയ്യാറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ നമ്മൾ ബിരിയാണി മസാല തയ്യാറാക്കുമ്പോൾ അതിലേക്ക് തൈര് അല്ലെങ്കിൽ തക്കാളിയൊക്കെ ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ അതിനൊക്കെ പകരം 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തലപ്പാലെന്ന് പറയും. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് 2 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ തേങ്ങാപ്പാൽ ചേർത്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 3-4 പ്രാവശ്യം ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിക്കോളും. ഇനി നമുക്ക് ഈ മസാലയും മുട്ടയും കൂടി ചേർത്തിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ മസാലയൊക്കെ മുട്ടയിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ മസാലയൊക്കെ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇത് ദം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മസാലയുടെ മീതെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. ഈ ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നറുനെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂ നട്ട്സ് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കാഷ്യൂ നട്ട്സ് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ദം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോറിൻ്റെ മീതേക്ക് ഈ കാഷ്യൂ നട്ട്സും അതുപോലെ കിസ്മിസും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെയുള്ള നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം.
നിങ്ങളുടെ ഫ്ലെയിം അല്ലെങ്കിൽ ബർണർ ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദോശത്തവയുടെ മീതെ വേണമെന്നുണ്ടെങ്കിൽ ഈ ബിരിയാണി പാത്രം വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഈ റൈസും അതുപോലെ മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവർഫുൾ ആയിട്ടുള്ള എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ തക്കാളി അതുപോലെ തൈരൊക്കെ ചേർത്ത് വഴറ്റുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് ഇതുപോലെ തേങ്ങാപ്പാൽ ചേർത്ത് മസാല തയ്യാറാക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമുക്ക് നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. റൈത്ത, പപ്പടം, അതുപോലെ അച്ചാർ ഇതിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.